സ്വത്തല്ല ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. എന്റെ മകളെയും ഭർത്താവിനെയും ആ രാക്ഷസിൽ നിന്ന് നീ രക്ഷിക്കണം. ചേച്ചി, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ? ഈ അന്ത്യസമയത്ത് എന്റെ ആഗ്രഹം നിറവേറ്റാൻ നീ മാത്രമേ ഉള്ളൂ ശോഭ. പറയൂ, നീ എന്നെ സഹായിക്കൂ. പറയൂ ശോഭ. ശരി ചേച്ചി, സത്യം ചെയ്തു പറ. ചേച്ചിയാണ് സത്യം. ഞാൻ ചേച്ചിയുടെ ആഗ്രഹം നിറവേറ്റാം. അനിയത്തി, ഇനി എനിക്ക് മനഃശാന്തിയോട് മരിക്കാം. ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല. ചേച്ചിയോട് ഉറങ്ങും. ദൈവമേ, എന്റെ ചേച്ചിയെ രക്ഷിക്കണേ. നോ പ്രസാദ്, ഞാനിത് വിശ്വസിക്കില്ല. ഈ റിപ്പോർട്ട് മറ്റേതോ രോഗിയുടേതാണ്. ഡോക്ടർ, ഇത് ശോഭയുടെ റിപ്പോർട്ട് തന്നെയാണ്. ശോഭയ്ക്ക് ബ്ലഡ് ക്യാൻസർ. ഇനി അധികകാലം ജീവിക്കയില്ല. ശോഭ പരമാവധി 6 മാസം ജീവിക്കാം, അത്രമാത്രം. ഡോക്ടർ, ഞാനിതെങ്ങനെ ശോഭയോട് പറയും? അവളെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാരോട് പറയും. We can only sympathize with her, doctor, but we cannot change her destiny. ഡോക്ടർ, ശാന്തിക്ക് സീരിയസാ. ശോഭേ, ശോഭ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. ശാന്തി മരിച്ച സങ്കടമായിരിക്കും. ശോഭേ, നേരത്തെ പോയവരെല്ലാം ഭാഗ്യശാലികളാണ്. അടുത്തു തന്നെ പോകാനുള്ളവരും ഭാഗ്യശാലികളല്ലേ അങ്കിൾ? ശോഭ എന്താ പറയുന്നത്? അതെങ്ങനെ? ഒരു മനുഷ്യന്റെ സാധാരണ ആയുസ് 100 വർഷം. പക്ഷേ 18ാമത്തെ വയസ്സിൽ മരിക്കുന്നു. അതായത് എന്റെ 18ാമത്തെ വയസ്സിൽ തന്നെ എനിക്ക് 100 വയസ്സ് തികഞ്ഞു. അങ്കിൾ, യു റിയലി സിമ്പതൈസ് വിത്ത് മീ, ബട്ട് യു cannot change my destiny. എന്റെ വിധിയെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമോ? അപ്പോ നീ എല്ലാം അറിഞ്ഞു? നിങ്ങളുടെ സംസാരം എല്ലാം ഞാൻ കേട്ടു. മനുഷ്യനായി ജനിച്ചാൽ ഒരിക്കൽ മരിക്കണ്ടേ അങ്കിൾ? പക്ഷേ എന്റെ ജീവിതം ഇത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്ത് ചെയ്യാൻ? നല്ലവരെയാണ് ദൈവം നേരത്തെ വിളിക്കാറുള്ളൂ. നല്ലവരെ വേദനിപ്പിക്കുന്നത് ദൈവത്തിനൊരു പ്രത്യേക സന്തോഷമാണ്, അല്ലെങ്കിൽ ഇനി അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുകയാണ് നല്ലത്. അങ്കിൾ, ഞാൻ പോയാൽ കുറച്ചുനാൾ എന്റെ അമ്മയച്ഛനും കരയും. അത് കഴിഞ്ഞ് എല്ലാം മറക്കും. പക്ഷേ 6 മാസത്തിനകം ഞാൻ മരിക്കുമെന്നറിഞ്ഞ് ആ നിമിഷം മുതൽ അവരനുഭവിക്കുന്ന മനോവേദനയും കണ്ണുനീരും ഞാൻ എങ്ങനെ സഹിക്കും? കുഞ്ഞെ, നിന്നെ സമാധാനപ്പെടുത്താൻ എനിക്ക് വാക്കുകളില്ല. അങ്കിൾ, ഇത് കണ്ടോ? എന്റെ ജീവന്റെ ജീവനാണ് രഘു. ഞങ്ങൾ എന്തെല്ലാം
മനക്കൊട്ടയിൽ കെട്ടി. എല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രം. ഞാൻ എങ്ങനെ എന്റെ രഘുവിനെ വിട്ടിട്ട് പോകും? എനിക്കെന്തെങ്കിലും പറ്റിയാൽ വേറൊരു വിവാഹം കഴിക്കുമോന്ന് ഒരു ദിവസം നേരം പോക്കിന് ഞാൻ രഘുവിനോട് ചോദിച്ചു. അപ്പോ രഘു എന്താണ് പറഞ്ഞതെന്നറിയാമോ? നിന്റെ മടിയിൽ തലചേച്ചുകൊണ്ട്, ഈ ചിരിച്ച മുഖം കണ്ടുകൊണ്ട് എനിക്ക് ഈ ലോകത്തോട് യാത്ര പറയണം. എന്റെ ഈ വിധിയെപ്പറ്റി രഘു അറിഞ്ഞാൽ ആ നിമിഷം രഘുവിന് ഭ്രാന്ത് പിടിക്കും. ഞാൻ മരിക്കുമെന്നറിഞ്ഞാൽ ആ നിമിഷം രഘു ഹൃദയം പൊട്ടി മരിക്കും. അങ്കിൾ, എനിക്കൊരു സഹായം ചെയ്യാമോ? നിന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പറയൂ. എന്നാൽ ആരോടും ഈ വിവരം പറയരുത്. എന്റെ അച്ഛൻ, അമ്മ, രഘു, ആരും തന്നെ ഈ നശിച്ച രോഗത്തെ പറ്റി അറിയരുത്. ശോഭെ, ഒരു ഡോക്ടർ എന്ന നിലയിൽ ബന്ധപ്പെട്ടവരോട് ഞാൻ ഈ കാര്യം പറയാതിരിക്കുന്നത് ധർമ്മമാണോ? എങ്കിലും 6 മാസത്തിനകം മരിക്കാൻ പോകുന്ന ഒരു രോഗിയുടെ അവസാനത്തെ ആഗ്രഹമാണ്. സാധിച്ചു തരില്ലേ എങ്കിൽ പറയൂ. ശരി ശോഭ, പറയില്ല. ആരോടും പറയില്ല. താങ്ക് യു അങ്കിൾ, താങ്ക് യു. കുഞ്ഞെ, കുഞ്ഞെ, വീടെത്തി. ഗീതേ, ഒരു നിമിഷം ഇങ്ങോട്ട് വരൂ. നീ സോമന്റെ കൂടെ ഇങ്ങനെ വെളിയിൽ പോകുന്നത് ശരിയല്ല. അത് ഞാൻ നോക്കിക്കോളാം. സോമന്റെ സ്വഭാവം നീ വിചാരിക്കുന്നത് പോലെ അത്ര നല്ലതല്ല. മഞ്ഞപ്പിത്തമുള്ളവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് തന്നെ തോന്നും. എങ്കിലും തെറ്റ് കണ്ടാൽ പറയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള അറിവ് എനിക്കുമുണ്ട്. ഗീതേ, നിന്നോട് തർക്കിക്കാൻ ഞാൻ ആളല്ല. നിന്റെ ഭാവിക്ക് വേണ്ടി നല്ലത് പറഞ്ഞതാ. എന്റെ ഭാവിയെ പറ്റി, എന്റെ അച്ഛന്റെ അഭിമാനത്തെ പറ്റി അല്പമെങ്കിലും വിചാരമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടവരെ കാണാൻ നാട് ചുറ്റുമോ? കാണേണ്ടവരെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ പോകേണ്ടവരോട് പോകുന്നതിലും ഒരു തെറ്റുമില്ല. ഒന്നുമില്ല. വീട്ടുകാരറിഞ്ഞുകൊണ്ട് സുന്ദരിയായ ഒരു യുവതിയുടെ കൂടെ ഔട്ടിങ്ങിന് പോകുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. യു കം ഓൺ ഡാർലിംഗ്. നീ എന്താടാ എപ്പോ നോക്കിയാലും ഒരു എഴുത്ത്? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. എന്താ ചേച്ചി കാര്യം? ഗീതയുടെ വിവാഹം. ഊണിലും ഉറക്കത്തിലും എനിക്ക് അതല്ലേ വിചാരം. അതറിഞ്ഞോണ്ടല്ലയോ ഞാൻ എന്റെ മോൻ സോമനെ കയ്യോടെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു വന്നത്. വിവാഹമൊക്കെ വളരെ ആലോചിച്ച് വേണം ചേച്ചി തീരുമാനിക്കാൻ. ആരൊക്കെ പറഞ്ഞാലും ഈ വിവാഹം നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? എന്തെങ്കിലും കാരണങ്ങൾ കാണും. എന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾക്ക് കണ്ണുകടിയാ. എങ്കിൽ ഞാനിവിടെ വരുമായിരുന്നില്ലല്ലോ. നിങ്ങളെപ്പോലെ ഞാനും ഒരു വയസ്സിന് വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് തൃപ്തിയാകുമോ? സോമനെ ഒഴിച്ച് ആര് വേണമെങ്കിലും ഇഷ്ടപ്പെട്ടു, ഞാൻ സമ്മതിക്കാം. എന്നെ സമ്മതിപ്പിക്കാൻ നിങ്ങളാരാ? നിന്റെ ചെറിയമ്മ. നിങ്ങളുടെ അധികാരം ആജ്ഞയും എന്നോട് വേണ്ട, അച്ഛനോട് മതി. നിങ്ങൾ തലകുത്തി നിന്നാലും ഞാൻ സോമനെ തന്നെ വിവാഹം കഴിക്കും. എടാ ദാമോദര, നിന്റെ മെമ്പർന്നവരെന്തിനാണ് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്? അമ്മാവി പുതിയ രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കാനായിരിക്കും, അല്ലെങ്കിൽ എന്റെ അമ്മയുടെ പേരിൽ അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ. ഏതായാലും ഡൈനിങ് ഹാളിൽ ഒരു മഹിളാ സമ്മേളനം, അത് എന്നെ ഉൾപ്പെടുത്തി. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. നിങ്ങളോടെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അത് കാപ്പി കുടിച്ചിട്ട് പറയണോ അതോ ഇപ്പൊ പറയണോ? പറയാനുള്ള എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞു തോലയ്ക്ക്. കാപ്പി കുടിക്കണോ വേണ്ടെന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഈ ബംഗ്ലാവും ഇതിനോട് ചേർന്നുള്ള മറ്റെല്ലാ സ്വത്തുക്കളും എന്റെ ഭർത്താവ് എന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുകയാണ്.
എടി ശൂർപ്പണകേ, നീ എന്റെ അനിയനെ കൂടോത്രം ചെയ്ത് മയക്കി സ്വത്തെല്ലാം പിടിച്ചു പറിച്ചോ? ഗീതേ, ഞാൻ പറഞ്ഞത് നടന്നില്ലേ? എങ്കിലും എന്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ, നീ എന്നാലും എന്നോടൊരു വാക്ക് ചോദിച്ചോ? ഈ മോഹയുടെ ആട്ടത്തിന് തുള്ളി ഞങ്ങളെയാണ് എഴുതി കൊടുത്തത്. ചേച്ചി നല്ല ചൂടുള്ള ഇഡ്ഡലി സാമ്പാറുമുണ്ട്. നിന്റെ തന്തയ്ക്കുണ്ടോ കൊടുക്ക. ആ ചേച്ചി, ഗീതയും സോമനുമായിട്ടുള്ള വിവാഹം എപ്പോ നടത്താം? അയ്യോ, എനിക്ക് ഇഷ്ടമുള്ളപ്പോ നടത്തും. പണ്ടേ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ളതല്ലേ ഈ വിവാഹം. പോരെങ്കിൽ മുറപ്പെണ്ണ്. ദേ, എന്റെ മോന്റെ വിവാഹം നടത്തേണ്ട എപ്പോഴാണ് ഞാൻ തീരുമാനിച്ചോളാം. എടാ കേമദ്രോഹി, നീ ഇതിന്റെ ഫലം അനുഭവിക്കാൻ ചാവുകയല്ലടാ. ചേച്ചി നല്ല ചൂടുള്ള വടയും ചമ്മന്തിയുമുണ്ട്. നിന്റെ പട്ടിക്കുണ്ട കൊടുക്ക. ഒരു വടയെങ്കിലും കഴിച്ചിട്ട് പോകാമേ. വട ഒരു വട പോലും കഴിക്കാൻ